അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു സ്വല്പം പോലെ എണ്ണ ചേർക്കാതെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വളരെ ഈസിയാണ്. അതെ, അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മറ്റേ ഉരയ്ക്കുന്ന സാധനത്തെ വെച്ചൊന്ന് ഉരച്ച് റെഡിയാക്കി നമ്മുടെ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് കൽച്ചട്ടി ചൂടായും റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരു എന്താ പറയുക ഡ്രോപ്പ് പോലെ എണ്ണ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം ധൈര്യമായിട്ട് കഴിക്കാം. ഇപ്പൊ ചൂട് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരപ്പൊടിയാണ്. അതായത് ഈ ഇഞ്ചിക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം, എന്നാൽ ചെറിയൊരു എരിയ, ചെറിയൊരു പുളിയെ ഇതെല്ലാം കൂടെ നിൽക്കും. അതാണ് നമ്മുടെ ഇതിനകത്ത്. അപ്പൊ ഇതുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശർക്കര അറിയാമല്ലോ, നമ്മൾ പാനിയാകുമല്ലോ ഇത് ചൂടാകുമ്പോഴത്തേക്ക്. അതുപോലെ ഇതൊന്ന് നമുക്ക് ഇളക്കി നിർത്താതെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉരുക്കി റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ശർക്കര പൊടിയാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേർക്കാതെ ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പക്ഷെ പഞ്ചസാരയേക്കാൾ എത്ര നല്ലത് ശർക്കര തന്നെയാണ്, കുറച്ചുകൂടെ ആരോഗ്യപരം നമ്മുടെ ശർക്കരയാണ്. അപ്പൊ ആ ഇഞ്ചിക്കകത്തുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് സംഭവം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പൊ ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ല വെന്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആ പാനി എന്താ പറയുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് സംഭവം. നമ്മളൊരു സ്വല്പം പോലെ എണ്ണയോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഈ ശർക്കരയിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും മാത്രം വന്ന് വെള്ളമാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്, കുറെ വറ്റിയും പോയിട്ടുണ്ട്. അതെ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ എന്ത് കറിക്കാണെങ്കിലും നമുക്ക് മഞ്ഞപ്പൊടി അത്യാവശ്യമുണ്ട്. മഞ്ഞപ്പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഒരു പിഞ്ച്. അതെ. പിന്നെ നമ്മളൊരു സ്വല്പം ഗരം മസാല എടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്തോ നമ്മുടെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സാധനം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ, നമുക്ക് എരി കൂടുതൽ വേണം. ഇപ്പൊ ഇഞ്ചിക്ക് അത്യാവശ്യം എരി ഉണ്ടാവും. പിന്നെ നമ്മള് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം. എരിക്ക് ആവശ്യമായിട്ട് നമ്മള് മുളക് പൊടി മാത്രമല്ല ഇടുന്നത്, കുരുമുളക് പൊടി കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ഉപ്പ് നമുക്ക് ഒന്ന് നോക്കിക്കണം, സംഭവം ആവശ്യത്തിനുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത്. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ നമ്മുടെ ഈ തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ ഒരു ഇമ്മ്യൂണിറ്റി ആ സാധനം അതിനൊക്കെ പറ്റിയത്. പിന്നെ അത് തന്നെയല്ല മധുരം കൂടെ ഉള്ളതുകൊണ്ടല്ലോ നമുക്ക് പിള്ളേർക്ക് ഒക്കെ ധൈര്യമായിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരുവിധ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ആരോഗ്യപരമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും. ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര കൽക്കണ്ടം ചേർക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ഒരു സാധനം കൂടെ ചേർക്കാറുണ്ട്. ഇത് നമ്മുടെ നാരങ്ങയുടെ നീരാണ്. അപ്പൊ അത് നമുക്കൊരു സ്വല്പം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഒരു മുഴുവൻ നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അച്ചാറാകുമ്പോൾ പുളിയൊക്കെ വേണം. അപ്പൊ ഏകദേശം ഒരു ടേബിൾ സ്പൂണും ഇച്ചിരി കൂടെ കാണും. ഇച്ചിരി നല്ല ഒരു 1.5 ടേബിൾ സ്പൂണിന്റെ അത്ര ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കറിവേപ്പില, കടുക് വറക്കല് അങ്ങനത്തെ കലാപരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഉണ്ട് ഒരു ഗ്ലാസ് ജാറിനകത്താക്കിയിട്ട് നമുക്ക് വെളിയിലാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും അഴുക്കാകത്തൊന്നുമില്ല. പിന്നെ അഥവാ ഇനിയിപ്പോ നമുക്ക് അഴുക്കായി പോകുന്ന നമ്മളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇരിക്കും. അത് മാത്രമല്ല ഇതിപ്പോ ഇച്ചിരി ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഉണ്ട് ഇത്ര ലൂസായിട്ട് ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് തണുക്കുന്ന അനുസരിച്ചിട്ട് തിക്കാവും. അപ്പൊ അത് കാരണം ഇത് ഒത്തിരി അങ്ങ് നമ്മൾ തിക്കാവാൻ വേണ്ടിയിട്ട് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഓഫ് ചെയ്യാം. അപ്പൊ ഇത് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് തിക്കും ആവും. പിന്നെ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വ്യത്യസ്തമായ ഈ ഒരു ഇഞ്ചിക്കറി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് എഴുതുക. പിന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമന്റ് ചെയ്തു. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതെ. അപ്പൊ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊബൈലിലേക്ക് കാണാനും പറ്റും. അപ്പൊ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അടുത്തൊരു വ്യത്യസ്തമായ നമുക്ക് റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of
shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.